ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA BCom സെക്കൻഡ് ലാംഗ്വേജ് പാർട്ടായ മലയാള സാഹിത്യത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പെയ്ഡ് നോട്ട്സാണ്. അപ്പോൾ പലരും വാട്സപ്പ് നമ്പർ വീണ്ടും ചോദിച്ചുകൊണ്ട് കമൻറ്റിൽ കാണുന്നുണ്ട്. ഞാൻ വാട്സപ്പ് നമ്പർ നിങ്ങളെൻ്റെ ഒന്നുകിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിലെവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കിട്ടാതിരിക്കില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ നോട്ട്സിന് ഹിസ്റ്ററിക്കാരുടെ നോട്ട്സും ഉണ്ട് കേട്ടോ. അപ്പം അതും ഉണ്ട്. അതായത് ഈ മലയാളം മാത്രമല്ല ഉള്ളതെന്ന് സാരം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. യൂണിറ്റ് 5 ബ്ലോക്ക് ഫസ്റ്റ് കവിതയാണ്. അപ്പോൾ ഇതിൽ 5ാമത്തെ യൂണിറ്റ് അമ്പലമണി എന്ന സുഗതകുമാരിയുടെ കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത അമ്പലമണി എന്ന കവിതയെക്കുറിച്ചുള്ള അതിൻ്റെ കുറച്ച് വരികളോ അതിൻ്റെ വിശദീകരണങ്ങളുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അമ്പലമണിയോട് തന്നെ ഉപമിച്ചുകൊണ്ട്, അതായത് കവിയെ തന്നെ ഉപമിച്ചുകൊണ്ട് ആ അമ്പലമണിയുടെ ജീവിതകഥ പറയുന്നത് പോലെയാണ് തൻ്റെയും ജീവിതം എന്നൊരു ദാർശനികവൽക്കരിക്കാനുള്ള ശ്രമമാണ് സുഗതകുമാരി ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് പോവാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ സുഗതകുമാരിയെക്കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. 1934 ജനിച്ച് 2020 മരണപ്പെട്ടത് സുഗതകുമാരി. മലയാളത്തിൻ്റെ പ്രശസ്ത കവിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന അവർ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വനിതയായിരുന്നു. ഇവരെക്കുറിച്ച് N കൃഷ്ണപിള്ള സുഗതകുമാരിയുടെ തന്നെ രാത്രിമഴ എന്ന കവിതയുടെ അവതാരികയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാ ഒറ്റ കവിത കൊണ്ട് അമരത്വം വരിച്ച കവയിത്രി എന്നാണ്. അപ്പോൾ അത് നിങ്ങളോട് വൺ വേർഡ് ചോദിക്കും കേട്ടോ. ആരാണ് ഒറ്റ രാത്രി കൊണ്ട് അമരത്വം വരിച്ച കവയിത്രി എന്ന് N കൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് ആരെയാണ്? വൺ വേർഡ് ചോദിക്കാറുണ്ട്. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ആരാണ്? സുഗതകുമാരിയാണ്. ഇനി എന്തൊക്കെയാണ് ബാക്കി പ്രത്യേകത നോക്കാം. കാവ്യലോകത്ത് തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച സുഗതകുമാരി പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, വയോജന സംരക്ഷണം തുടങ്ങിയ പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു. സുഗതകുമാരി രചിച്ച കാവ്യസമാഹാരമാണ് ഇത് പറഞ്ഞല്ലോ അമ്പലമണി. അമ്പലമണിയും മറ്റ് 38 കവിതകളും അടങ്ങുന്ന ഈ സമാഹാരത്തിന് 1982 ഓടക്കുഴൽ അവാർഡും 1984 ആശാൻ പ്രൈസും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള ആദ്യ കാലഘട്ടത്തിലാണ് സുഗതകുമാരി എഴുത്തു തുടങ്ങിയത്. ഒരു കവി എന്ന നിലയിൽ തൻ്റെ ധർമ്മത്തെയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് സമൂഹത്തോടും മനുഷ്യജീവിതത്തോടുമുള്ള പ്രതിബദ്ധതയെയും കവി അമ്പലമണി എന്ന കവിതയിലൂടെ ദാർശനികവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഭാരതത്തിൻ്റെ അന്നത്തെ ജീവിതാവസ്ഥകളും ദുഃഖദുരിതങ്ങളും കവയിത്രിയുടെ രചനകളിൽ പങ്കുവറ്റുന്നുണ്ട്. വക്കുപൊട്ടിയ ഒരു അമ്പലമണിയോട് തന്നെ സ്വയം ഉപമിച്ചുകൊണ്ട് കവയിത്രി എന്ത് ചെയ്യുന്നു? തൻ്റെ ദാർശനികത വ്യക്തമാക്കുന്നുണ്ട്. കലർപ്പറ്റ ലിറിസിസം കവിതയിൽ കൊണ്ടുവന്ന ആളാണ് ആര്? സുഗതകുമാരി. ഒഴുകുന്നതിനനുസരിച്ച് ഉറവ പൊടിയുന്നത് പോലെ ഭാവവും താളവും ലയവും സമന്വയിപ്പിച്ച, അതായത് യോജിപ്പിച്ച കവിതകളായിരുന്നു ആരുടേത്? സുഗതകുമാരിയുടേത്. 1984 വയലാർ രാമവർമ്മ പുരസ്കാരം നേടിയ സുഗതകുമാരിയുടെ അമ്പലമണി എന്ന കവിതാ സമാഹാരത്തിലെ വളരെ ശ്രദ്ധേയമായ കവിതയാണിത്. അമ്പലമണി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത. ഏകാഗ്രമായ അന്തർമുഖത്വം, ദാർശനികത കലർന്ന വിഷാദം, ഉദാത്തമായ മാനവിക ബോധം എന്നിവയാണ് സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതകൾ. ആരും കടന്നു വരാത്ത, നമ്മൾ കവിതയിലേക്ക് പോകാനുണ്ട്, ആരും കടന്നു വരാത്ത ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കവി ആരെ കൊണ്ടുപോവുകയാണ്? വായനക്കാരെ കൊണ്ടുപോവുകയാണ്. കാറ്റിനാൽ സ്വയം ചലിക്കുന്ന മണിയൊച്ച കേൾപ്പിച്ചു തരുന്നുണ്ട്. അതായത് ആരും അടിച്ചിട്ടല്ല, മണി അടിച്ചിട്ടല്ല, കാറ്റടിക്കുമ്പോൾ തന്നെ ആ മണി കിലുങ്ങാണ്. അപ്പോൾ ആ ഒച്ച നമ്മളെ അവർ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എന്നിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. ശേഷം മണിയെ തൊട്ട് നമസ്കരിച്ച് കവി മടങ്ങുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പഴമയും പുതുമയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ടാണ് കവി അമ്പലമണി രചിച്ചിട്ടുള്ളത്. നമ്മളതിൽ വരികളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ വരികൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. കാണുമയി നെടിഞ്ഞൊരു ഗോപുരം, കാണുമയി നടിഞ്ഞ ഒരു ഗോപുരം മണിമുട്ടിയാരെ വിളിച്ചുണർത്തുന്നു. അപ്പോൾ അതായത് എന്താണ്? ഇടിഞ്ഞു പൊളിഞ്ഞ, കാണുമ്പോൾ എന്താണ്? ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിന് മുന്നിൽ കവി നിൽക്കുകയാണ്. എന്നിട്ടോ വവ്വാലുകൾ തൂങ്ങുന്ന തൃക്കോവിലുണ്ട് ആ ക്ഷേത്രത്തിന്. പിന്നെ വേരൂന്നി നിൽക്കുന്ന കിഴവനരയാലുണ്ട്. വേരൂന്നി നിൽക്കുന്ന പറഞ്ഞാൽ വേരുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വളരെ കിഴവനായ, വളരെ അധികം കാലപ്പഴക്കമുള്ള ഒരു അരയാലുണ്ട് അവിടെ.
പിന്നെ പായൽ മൂടിയ അമ്പലക്കുളം, പായൽ മൂടിയ അമ്പലക്കുളമുണ്ട് അമ്പലത്തിന്. ജീർണതയുടെ ചിഹ്നങ്ങളായിട്ട് അവ അങ്ങനെ നിൽക്കണം. അങ്ങനെ അത്രത്തോളം പഴക്കമുണ്ട് ആ അമ്പലത്തിനെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതിശാന്തതയുടെ ഗാഠമൂകതയിൽ ആർദ്രമായ മണിയൊച്ച കവി കേൾക്കുന്നു. അവിടെ വളരെ ശാന്തമാണ്, അതിന് ആരും പ്രവേശിക്കാത്ത ഒരു പഴയ ക്ഷേത്രമല്ല. അപ്പോൾ വളരെ ശാന്തമായ, അതായത് ഒരു പരിസരത്തൊരു ശബ്ദം പോലും കേൾക്കാത്ത ആ അമ്പലത്തിൽ മണിയൊച്ച കവി കേൾക്കുകയാണ്. രാത്രിയിൽ ആരാണ് മണി മുഴക്കുന്നതെന്ന് കവി സംശയിച്ചു. കാറ്റിൽ നേർത്ത നാദം മുഴക്കുന്ന ഒരു ഓട്ടുമണി അവിടെ കാണപ്പെട്ടു. അപ്പോൾ ആരപ്പോൾ ഈ രാത്രിയിൽ ഇവിടെ മണി മുഴക്കുന്നത് എന്ന് കവി ശ്രദ്ധിച്ചപ്പോൾ കാറ്റടിച്ചതുകൊണ്ട് തന്നെ മണി മുഴങ്ങുകയാണ് എന്ന് കവി കണ്ടെത്തി. അറ്റമുടഞ്ഞ മണിയുടെ നാവിടർന്നുണ്ടെങ്കിലും അത് പാട്ട് നിർത്തുന്നില്ല. ഇങ്ങനെയാണ്, അറ്റം പൊടിഞ്ഞിട്ടുണ്ട്, അമ്പലമണിയുടെ അറ്റം പൊട്ടിയിട്ടുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നാവിടറുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിട്ടും അത് പാടുന്നത്. കവിയോട് ഉപമിക്കുകയല്ല, കവി പാടുകയാണല്ലോ, അത് അത്രത്തോളം വയ്യാണ്ടായിട്ടും കവി പാടുന്നുണ്ട്. അപ്പോൾ ആ കവിയുടെ പാട്ട് എന്താണ്, ഈ അറ്റമുടഞ്ഞിട്ടും മണി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പാട്ട് നിർത്തുന്നില്ലല്ലോ. പക്ഷേ ആ പാട്ട് കേൾക്കാൻ ഇന്ന് ആരുമില്ലെന്ന ദുഃഖസത്യം കവി കണ്ടെത്തുന്നു. ഞാനിപ്പോഴും ഇങ്ങനെ പാടിയിട്ടും എൻ്റെ പാട്ട് കേൾക്കാൻ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ആ അമ്പലമണിയോട് തന്നെ ഉപമിക്കുകയാണ്. എന്നിട്ട് അടുത്ത വരി, അറ്റമുടവാർന്നൊരു ഈ അമ്പലമണിക്ക് എന്നിട്ട് തുടങ്ങിയിട്ട് പടകളോ ഭിന്നയാം രാവോ എന്നാണ്. അതായത് വക്ക് പൊട്ടിയതാണെങ്കിലും ആ അമ്പലമണിക്ക് ഇപ്പോഴും ശബ്ദിക്കാനുള്ളൊരു കഴിവുണ്ട്. അതിന് വലിയൊരു കഴിവല്ല. അപ്പോൾ കവിക്ക് കഴിവുണ്ട്, എന്നാലും ഞാനപ്പോൾ അത്രയും പ്രായമായി, അത്രയും എനിക്ക് വയ്യാതായിട്ടും എനിക്ക് പാടാനുള്ളൊരു കഴിവുണ്ട്. അതെൻ്റെ ഒരു കഴിവ് തന്നെയാണ് അല്ലേ, എനിക്ക് അതിനുള്ളൊരു പുഷ്ടിയുണ്ട് എന്നുള്ളത്. പക്ഷേ കേൾക്കുവാൻ ആരാണുള്ളത്? വെറും കല്ല് മാത്രമായി മാറിയ ദേവനോ? അമ്പലത്തിൽ അത് പാടിയിട്ട് അവിടെ ആരേ ഉള്ളൂ? ഒരു ദേവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ആ ദേവൻ മാത്രമേ എൻ്റെ പാട്ട് കേൾക്കാനുള്ളൂ എന്ന് ശങ്കിക്കുകയാണ്. അതോ ദേവനെ മോഷ്ടിച്ച് വിൽക്കാമെന്ന് കരുതി പതുങ്ങി നിൽക്കുന്നവരോ? ആരുമില്ലെങ്കിൽ ആ ദേവനെ പോലും, ആ മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. പതുങ്ങി നിന്നിട്ട് അതിനെ വിൽക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാണുള്ളത്? ആളുകളാണോ ഉള്ളത്? ഒരുപോലെ ഇരുണ്ട വാവലുകളും ഭിന്നയായ ക്ഷീണിച്ച രാത്രിയുമൊക്കെയോ? അഥവാ അല്ലെങ്കിൽ ഇനി എന്താണ്, ഒരുപോലെ ഇരുണ്ട വാവലുകളൊക്കെ, രാത്രി പോലെ ഇരുട്ട് നിൽക്കുന്ന വാവലുകളോ, അല്ലെങ്കിൽ ക്ഷീണിച്ച രാത്രിയാണോ എൻ്റെ ഈ പാട്ട് കേൾക്കാൻ ഉള്ളത്? കവി ആശങ്കപ്പെടുകയാണ്. ഇനി അടുത്ത വരിയിലൊന്ന്, കാറ്റിലാടുന്ന ഒരു മണി ഒട്ടുമണി പണ്ട് എന്ന് പറഞ്ഞിട്ട് കടന്നുപോൽ കൂടിക്കിടന്നു എന്ന് പറയാം. അത് വരികൾ അങ്ങനെ അവസാനിക്കും. എൻ്റെ ആശയം പറയാം. പണ്ടാരോ കൊടും ചൂടിൽ ഉരുക്കി വാർത്തുണ്ടാക്കിയ ഈ മണിയെ, അങ്ങനെയാണല്ലോ ഒട്ടുമണി അങ്ങനെ വാർത്തിട്ടല്ലേ ഉണ്ടാക്കുക, ആ മണിയെ ദേവൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് മനസ്സ് കുളിർപ്പിച്ചിരിക്കാം. അതായത് അത് കൊണ്ടുവന്നതായിരിക്കും, അമ്പലത്തിലല്ലേ കിട്ടുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു മഹിമ കിട്ടും, എനിക്ക് അതിൻ്റെ ഒരു ശ്രേഷ്ഠത ഉണ്ടാവുമെന്ന് കരുതി ആരെങ്കിലും കെട്ടിയതായിരിക്കാം എന്നെ അവിടെ. അന്നിവിടെ നിറയെ വെളിച്ചവും പൂക്കളും സുഗന്ധവും പരന്നിരിക്കാം. കവിയോടാണ് കേട്ടോ ഇതിനെ ഉപമിക്കുന്നത്. അന്നിവിടെ നിറയെ വെളിച്ചമുണ്ട്, പൂക്കളുണ്ട്, സുഗന്ധം ഒന്നാകെ പരന്നിട്ടുണ്ടാവുക. ആ ഒരു സമയത്തായിരിക്കാം എന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്നെ ഇവിടെ കെട്ടിയിട്ടുണ്ടാവുക, മണിയെ അവിടെ തൂക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് നല്ലൊരു കാലമായിരുന്ന സമയത്ത് ഞാൻ അത്രത്തോളം പ്രസരിപ്പുള്ള ഒരാളായിരുന്നു. ചെറിയൊരു കാറ്റ് വന്നാൽ പോലും ഈ മണി പാട്ട് പാടിയിരുന്നിരിക്കാം. അന്നും എന്ത് ചെയ്തിട്ടുണ്ടാവാം, ചെറിയൊരു കാറ്റിന് പോലും മണി പാട്ട് പാടിയിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ ഈ വിഷാദവും ഇരുട്ടും നിറഞ്ഞ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ആരാണ് മണിയുടെ ചിലമ്പിച്ച ശബ്ദം കേൾക്കാനുള്ളത്? ഇപ്പോഴും മണി കാറ്റിനടിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ആരാണ് മണിയുടെ ശബ്ദം കേൾക്കാനുള്ളത്? കവി അന്നും പാടിയിരുന്നു, അന്നൊരുപാട് ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു. അതാണ് അന്ന് അവിടെ വെളിച്ചവും പൂക്കളും സുഗന്ധവും പരന്നിരിക്കാം എന്നുള്ളത്. ഇപ്പോൾ കവി ഇപ്പോഴും പാടുന്നുണ്ട്, മണി ഇപ്പോഴും അടിക്കുന്നുണ്ട്, പക്ഷേ വക്ക് പൊട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അന്നൊരുപാട് ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു, ഇന്നത് കേൾക്കാൻ ഒരാളും ഇല്ല എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് നൽകുന്നത്. ഇനി അടുത്ത വരികൾ, അറ്റമുടവാർന്നൊരു മണി ഒട്ടുമണി എന്ന് തുടങ്ങിയിട്ട് മരുഭൂവിലി നാദമാർക്കോ, അങ്ങനെ. അപ്പോൾ അതായത് ഇന്നിവിടെ ചന്തയുടെ കലപില ശബ്ദവും നേതാക്കളുടെ ഉച്ചത്തിലുള്ള അലർച്ചകളും, അതായത് മുദ്രാവാക്യങ്ങൾ, രാജ്യത്തതാണല്ലോ ഇപ്പം എന്താ പറയുക, സമരങ്ങളും കാര്യങ്ങളിലും അലർച്ചകളും ചലച്ചിത്രശാലകളിലെ മാദക ഗാനങ്ങളും പതഞ്ഞുയരുമ്പോൾ മണിയുടെ തളർന്നിടറിയ ഒച്ച കേൾക്കാൻ ആരാണുള്ളത്? ഇവിടെ ഇപ്പം മണിയുടെ ശബ്ദം കേൾക്കാൻ ആളില്ല, കാരണം മണി അത്രയും പഴയതായി, പൊട്ടിയതാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെ കേൾക്കാൻ ആളുണ്ട്? ചന്തയിലെ കലപില ശബ്ദങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട്, ആളുകൾ തിരക്കിലാണ്. നേതാക്കളുടെ ഉച്ചത്തിലുള്ള അലർച്ച കേൾക്കാൻ ആളുകളുണ്ട്. ചലച്ചിത്രശാലകൾ, അതായത് സിനിമാ തിയേറ്ററുകളിൽ നിന്നുള്ള മാദക ഗാനങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നല്ല കവിതകൾ കേൾക്കാൻ ആളുകളെ കിട്ടാനില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ആളൊഴിഞ്ഞ അമ്പല നടയടച്ച് ദീപവും കെടുത്തി വിശന്നൊട്ടിയ വയറുമായി പൂജാരിയും എങ്ങോ പോയിരിക്കുന്നു.
അമ്പലത്തിൽ പൂജാരിയില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം തന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ എന്ന് വരുത്തി തീർക്കാൻ. എന്തിനാണ് ഈ മണി ഒറ്റയ്ക്കിനി ഇങ്ങനെ നാദം മുഴക്കുന്നത്? ആരുമില്ല, പൂജാരിയും പോയി, ഇനി എന്തിനാണ് മണി നാദം മുഴക്കുന്നത്? കവി ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്ത വരികൾ: എങ്കിലും ഇതിൻ ധർമ്മം ഇത് സുസ്വരം മാഞ്ഞു കൂരിരുളിലൊറ്റയ്ക്ക് പാടി നിൽക്കുന്നു. എന്തായാലും സ്വന്തം ധർമ്മം അതാണ്. മണി അടിക്കുക എന്നുള്ള ധർമ്മം. എൻ്റെ കവി എന്ന നിലയ്ക്ക് എൻ്റെ ധർമ്മം എന്താണ്? സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കവിതകൾ രചിക്കുക, അത് ആലപിക്കുക എന്നുള്ളതാണ്. അപ്പം സ്വന്തം ധർമ്മം ഓർത്ത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിയ വക്കിലൂടെ പാട്ട് പാടി തൻ്റെ കർമ്മം മണി ചെയ്യുന്നുണ്ട്. ഇപ്പം കവി തന്നെ അവശയായെങ്കിലും താൻ ഇന്നതൊക്കെ ജനങ്ങളോട് ചെയ്യാനുണ്ട് എന്ന് കരുതിയിട്ട്, എനിക്ക് ഇന്നതൊക്കെ ജനങ്ങളോട് അറിയിക്കാണ്ടെന്ന് കരുതിയിട്ട് തൻ്റെ ധർമ്മം കവി നിർവഹിക്കുന്നുണ്ട്. ഒരു മണിയായി മാറുന്നതിന് മുൻപ് താൻ ഉറങ്ങിയ ഖനിയിലേക്ക് വന്ന കൈക്കോട്ടിനെക്കുറിച്ച്, അതായത് ഈ ഓട് നമ്മളെന്ത് ചെയ്യുന്നു, ചെമ്പല്ലേ, അത് മണ്ണിലടിയിൽ നിന്ന് ഇതെടുക്കണമല്ലോ അല്ലേ, അപ്പോൾ അതിന് മാന്തിയെടുത്ത കൈക്കോട്ടിനെക്കുറിച്ച്, വാർത്തെടുത്ത ജാതവേദസിനെക്കുറിച്ച്, അത് വാർത്ത വ്യക്തിയെക്കുറിച്ച്, തനിക്ക് നാദം നൽകിയ ഉഷസ്സിനെക്കുറിച്ച്, അത് കെട്ടുമ്പോൾ അടിക്കണമെന്നുള്ള ആ ഒരു പ്രഭാതത്തെക്കുറിച്ച്, തന്നെ ഈ തിരുനടയിൽ വെച്ച് കൈക്കൂപ്പി നിന്ന് ധ്യാനിച്ച ആളെപ്പറ്റി, ഉള്ളിലെന്നും മുഴങ്ങുന്ന ഓങ്കാരമാകുന്ന തേജസ്സിനെപ്പറ്റി, ഓങ്കാരം മുഴങ്ങുമല്ല അമ്പലത്തിൽ നിന്ന്, ആ തേജസ്സിനെ പറ്റിയൊക്കെ ഓർത്ത് മണി പാടുകയാണ്. അപ്പോൾ അതാണ് എന്നെ ഒരു കാലത്ത് പുഷ്ടിപ്പെടുത്തി ഞാനാക്കി മാറ്റി എൻ്റെ കവിതകൾ കേൾക്കാനും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും ആളുകളുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് ഇപ്പോഴും ആര് പാടിക്കൊണ്ടിരിക്കുന്നു? കവി പാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് മണിയോട് ഉപമിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത വരികൾ: ഈ മണി തനിച്ചിന്ന് പാടുമ്പോൾ ഇപ്പോഴും ഭഗവാനെ വിളി കൂട്ടി നീളുന്നു. തനിച്ചാണെങ്കിലും ഇന്ന് മണിയുടെ പാട്ടിൽ ജീവചൈതന്യം ഉണരുന്നുണ്ട്. അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നുണ്ട്, പൊൻതിടമ്പ് എഴുന്നള്ളുന്നുണ്ട്, പൊന്നണിഞ്ഞ 7 ആനകൾ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്, ജനങ്ങൾ വന്ന് തിങ്ങുന്നുണ്ട്, നിറമാറൽ ദീപനിരകളുടെ തിളക്കം പ്രതിഫലിച്ചുകൊണ്ട് മോഹിനികൾ നിൽക്കുന്നുണ്ട്, ഭഗവാനെ കൈകളാകുന്ന പൂക്കൾ നീട്ടി വിളിച്ചുണർത്തുന്നുമുണ്ട്. ഭഗവാനോട് ആളുകൾ എന്തുണ്ട്? ഭഗവാനെ എന്ന് വിളിച്ച് ഭഗവാനെ ഉണർത്തുന്ന ആളുകളും ഉണ്ട്. അപ്പം ഇതൊക്കെ അമ്പലത്തിലുണ്ട്, ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടപ്പുണ്ട്. പക്ഷേ എന്തില്ല? കവിത കേൾക്കാൻ ആളില്ല, മണിയുടെ ശബ്ദം കേൾക്കാൻ ആളില്ല. അടുത്ത വരികൾ: കേൾക്കുവാനാളില്ല ആർക്കുമേ വേണ്ടേ, തൊട്ടൻ്റെ കണ്ണിൽ വെക്കട്ടോ അല്ലെങ്കിൽ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് മണ്ണിലെ ഇരുളിൽ താൻ ഉറങ്ങിയ കാലത്തെപ്പറ്റി മണി ഓർക്കുകയാണല്ലോ. കൈക്കോട്ടിനെപ്പറ്റി, ഏതോ തപസ്സിനെ ചൂടിൽ സ്ഫുടം ചെയ്ത ജാതവേദനെപ്പറ്റി അല്ലെങ്കിൽ വേദസ്സിനെപ്പറ്റി, തൻ്റെ പല കാലങ്ങളിലെ ജീവിതത്തെപ്പറ്റി, തൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി കൈകൂപ്പി നിന്ന മനുഷ്യരെപ്പറ്റി, ഉള്ളിലൊന്ന് മുഴങ്ങുന്ന ഓങ്കാരത്തെപ്പറ്റി മണി ഓർക്കുന്നുണ്ട്. അത് തനിച്ച് പാടുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പഴയ ചൈതന്യം ഉണരുകയാണ്. അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നുണ്ട് പറഞ്ഞല്ലോ. ഇതൊക്കെ കവി ഓർക്കും. അതായത് കവി തന്നെ അടിക്കുകയാണെങ്കിലും മണി തന്നെ അടിക്കുകയാണെങ്കിലും മണിക്ക് തോന്നണം അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നുണ്ട്, പിന്നെ 7 ആനകൾ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്, പൊൻതിടമ്പ് എഴുന്നള്ളുന്നുണ്ട്, ജനങ്ങൾ വന്ന് തിങ്ങി നിറയുന്നുണ്ട്. അമ്പലത്തിൽ അങ്ങനെയാണല്ലോ, ആ സമയത്ത് ആളുകൾ വന്ന് ദീപനിരയുമായി മോഹിനികൾ നിൽക്കെ 100 കൈകൾ ഉയർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വന്ന് മണി കൊട്ടി. എന്നാൽ ഇന്ന് ഈ മണിയുടെ ഒച്ച കേൾക്കാൻ ചുറ്റും ആരും തന്നെ ഇല്ല. അങ്ങനെ ഒറ്റയ്ക്കായ രാത്രിയിൽ ഒറ്റപ്പെട്ട ചരിത്രത്തിൽ കവി നിൽക്കുകയാണ്. കാറ്റ് വന്ന് തലോടുമ്പോൾ മാത്രം ഉച്ചയുണർത്തുന്ന മണിക്ക് മുൻപിൽ കവി നിന്നു. എന്നിട്ട് മണികളെ തൊട്ടു വണങ്ങി കണ്ണിൽ വെച്ചു. കേൾക്കുവാനാളില്ല, ആർക്കും വേണ്ട. ഈ അമ്പലനടയിൽ ഏകയായി സംഗീത ബിന്ദുവായി നിൽക്കുന്നവളെ, അറ്റം പിളർന്നടർന്നെങ്കിലും നിന്റെ നാദമൊട്ടാകെ അടഞ്ഞുവെങ്കിലും ഒരു ചെറുകാറ്റ് തൊട്ടുപോയാൽ ഉണരുന്ന നിന്നെ തൊട്ടെൻ്റെ കണ്ണിൽ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവി തൻ്റെ രചന അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള മണിയെ ഞാനൊന്ന് എൻ്റെ കൈ കൊണ്ട് തൊട്ട് എൻ്റെ കണ്ണിൽ വെക്കട്ടെ എന്ന് കവി ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് കവിത. അതായത് സുഗതകുമാരി തൻ്റെ അമ്പലമണി എന്ന കവിതയിലൂടെ പ്രതീകാത്മകമായ രീതിയിൽ മനുഷ്യജീവിതവും ഓട്ടുമണിയും ബന്ധിപ്പിക്കുകയാണ്. ഒരു മണി രൂപം കൊള്ളുന്നത് പോലെ നാളുകൾ നീണ്ട ഒരു തയ്യാറെടുപ്പിലൂടെയാണ് ഓരോ മനുഷ്യജന്മവും രൂപം കൊള്ളുന്നത്. ഉള്ളിൽ നിറയെ സംഗീതവും തേജസ്സും നിറഞ്ഞ ഓരോ വ്യക്തിയും തൻ്റെ ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതായത് തൻ്റെ ജോലി ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. കാലം ചെല്ലുമ്പോൾ എന്താണ്ടാവുക? പഴക്കമേറുമ്പോൾ ഒരു പക്ഷേ ഒറ്റപ്പെട്ടു പോയേക്കാം. മനുഷ്യൻ്റെ കഥയാണ്. ആ അവസ്ഥയാണ് ആർക്കും കാണിക്കുന്നത്, മണിക്കും കാണിക്കുന്നത് കേട്ടോ. മറ്റുള്ള ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നമ്മുടെ ശബ്ദം മുങ്ങിപ്പോയേക്കാം. അതായത് പുതിയ ആളുകളും പുതിയ കുറേ എന്താ പറയുക, പറഞ്ഞില്ലേ നേരത്തെ, ചന്തകളിലെ ശബ്ദ കോലാഹലങ്ങൾ, അതുപോലെ തന്നെ നേതാക്കന്മാരുടെ അലർച്ചകൾ, ഇതൊക്കെ മുഴങ്ങി കേൾക്കുമ്പോൾ
അങ്ങനെയുള്ള നല്ല നല്ല ശബ്ദങ്ങൾ ചിലപ്പോൾ ആളുകൾ അതിലവനെ മുങ്ങിയിട്ട് മറിഞ്ഞു പോയേക്കാം എന്ന് കവി പറയും. പലവിധ പരീക്ഷണങ്ങളാൽ വളഞ്ഞ വെറും വക്ക് പൊട്ടിയ ചിലമ്പിച്ച ഒച്ച വരുന്ന മണികളായി മാറിയേക്കാം മനുഷ്യർ. അതാണ് കവിയുടെ ജന്മധർമ്മം. സ്വരം മങ്ങിയാലും കവി പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വെറും മണ്ണായിരുന്ന കാലത്തെ ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ച കൈകളെപ്പറ്റി, തന്നെ തപസ്സിൻ്റെ ചൂടിൽ ഒരുക്കി വാർത്തെടുത്ത ശക്തിയെപ്പറ്റി, തന്നിൽ നാദകലയെ ഉൾച്ചേർത്ത ഉഷസ്സിനെക്കുറിച്ച്, ഉള്ളിൽ മുഴങ്ങുന്ന ഓങ്കാരത്തെപ്പറ്റി ഒക്കെ ആര് പാടിക്കൊണ്ടേയിരിക്കുന്ന കവി പാടിക്കൊണ്ടേയിരിക്കുന്ന കവിതയാകുന്ന മണിക്ക് പാടിയേ തീരൂ എന്നാണ്. അതായത് കവിയാണെങ്കിൽ പാടിയേ തീരൂ. കാരണം ലോകത്തെ അറിയിക്കാനുള്ളത് അറിയിച്ചേ പറ്റൂ കേട്ടോ. കാരണം അങ്ങനെ പാടുമ്പോൾ കവിയുടെ ഉള്ളിൽ ദേവൻ ഉണരുന്നു, എല്ലായിടവും പ്രഭാപൂരിതമാകുന്നു, ജനങ്ങൾ വന്ന് നിറയുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ഒക്കെയും എല്ലാവരും എതിർത്തേക്കും. ഇതൊക്കെ എല്ലാവരും എതിർക്കാൻ തയ്യാറാവും. പക്ഷേ ആ നിറവാണ് കവിയുടെ സന്തോഷം. ഇല്ലായ്മയിൽ നിന്നും ഉണ്മയെ അതായത് നന്മയെ വെളിവാക്കുന്നതാണ് വെളിവാക്കുന്നവരാണ് കവികൾ. അവർ മൂകതയിൽ നിന്ന് സംഗീതത്തെ പൊഴിക്കും. സമാന ചിന്താഗതിക്കാരുണ്ടോ എന്നത് കവികൾക്കൊരു പ്രശ്നമേ അല്ല. ഉള്ളവരുടെ സാന്നിധ്യം തന്നെ അവരെ ആഘോഷമാക്കി മാറ്റുന്നവരാണ് കവികൾ. അവർക്കായി എത്ര വേണമെങ്കിലും പാടുവാൻ തയ്യാറാണ്? കവി തയ്യാറാണ്. അറ്റമുടഞ്ഞിട്ടും മറ്റുള്ളവർക്കായി സംഗീതം പൊഴിക്കുന്ന മണിയെപ്പോലെ വെറുതെ ഇല്ലീ ജന്മം എന്ന് സംതൃപ്തയാകുന്ന കവിക്കും സ്വന്തം കർമ്മമാണ് ഏറ്റവും പ്രധാനം. സമാന മനസ്സുള്ളവർ പരസ്പരം വേഗം മനസ്സിലാക്കുന്നു എന്നാണ് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് കവിയുടെ പ്രതീക്ഷ. ഇത്രയാണ് അമ്പലമണി എന്ന കവിതയിൽ വരുന്നത് കേട്ടോ. അതിൽ ഈ മണിയെ തൻ്റെ ജീവിതത്തോട് ഉപമിക്കുന്ന ആ ഒരു ഉപമയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, താങ്ക്സ്.